വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ പറയാ, എന്തുട്ടാ പറയാ, തൃശ്ശൂർ ഫുൾ ഓൺ എനർജിയാണ്, ഫുൾ ഓൺ വൈബാണ്. ഇവിടെ മൊത്തം ഒരു കലാമാമാങ്കമാണ്. ഇനി കലോത്സവത്തിൻ്റെ യഥാർത്ഥ മാസ് കാണണമെങ്കിൽ എല്ലാവരും എല്ലാ ഗഡീസും തൃശ്ശൂരിലേക്ക് പോകും. നോക്കൂ, അത്രത്തോളം മേളവും താളവും ഒക്കെ ഉള്ളൊരു ആഘോഷമാണ് തൃശ്ശൂർ ജില്ലയിൽ. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേദികളിൽ നിറയുന്ന കയ്യടി തന്നെ പെർഫോമൻസുകൾ, വേദിക്ക് പുറത്തുള്ള ആരവം, അങ്ങനെ മൊത്തം ഒരു ആവേശ കടലാണ്. നമുക്ക് അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് കുറച്ച് കലാകാരന്മാരെ, കലാപ്രതിഭകളെ പരിചയപ്പെടണം. ആദ്യം തന്നെ വിളിക്കുന്നത് സുഗുവിനെയാണ്. സുഗു പിള്ള, അടൂർ ഹോളി ഏഞ്ചൽസിന്റെ അഭിമാനം ആണ്. പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു, ഹാപ്പിയാണ്. ആള് ആദ്യത്തെ തവണയൊന്നും അല്ല കേട്ടോ വരുന്നത്. കഴിഞ്ഞ വർഷം വന്നായിരുന്നു ഓട്ടം തുള്ളലിനായിട്ട് സ്റ്റേറ്റ് തിരുവനന്തപുരത്ത്. അടിപൊളി കലാകാരൻ. അപ്പൊ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ആ കേരള നടനത്തിന്റെ ആ മാസ്മരിക ദൃശ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? അതെ. യെസ് പ്ലീസ്. ശരീരിണി തന്നുടെ കഥകൾ കേരള നടന ഘടനയായി ദേവ സമക്ഷമനാവരണം ചെയ്യൂ ഞാൻ. കാനന രാജാവായി വസിക്കും കാർമേഘരൂപനായ ഹിഡുംബൻ തന്നുടെ സോദരി ഹിഡുംബിയോടും സന്തതമങ്ങു വസിക്കും കാലം. മാനും മയിലും മുയലും കുയിലും గమగరి సని దని సరి గమగరి సరి గమదని దని మద గమదని సరి గమగరి సమగరి సరి ని సని దని దని మద మగమగరి సని. മയിലും മുയലും കുയിലും തിങ്ങി വസിക്കും നീലവനത്തിൽ. മാനും മയിലും മുയലും കുയിലും തിങ്ങി വസിക്കും നീലവനത്തിൽ. വേട്ട നടത്തിയവർ വനഭോജനമോദിതരായി, വേട്ട നടത്തിയവർ വനഭോജനമോദിതരായി വാണരുളിടുന്നൊരു കാലം, വാണരുളിടുന്നൊരു കാലം. അടിപൊളി. എത്ര നന്നായാ കളിക്കുന്നേ. താങ്ക് യു സോ മച്ച്. എത്ര വർഷമായിട്ട് ഈ ഡാൻസ്? 9-10 വർഷമായിട്ട്. എന്താ ഭാവിയിലാവാൻ ആഗ്രഹം? ഭാവിയിൽ ജോലിയുടെ കൂടെ ഡാൻസും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹം. എന്ത് ജോലി ചെയ്യാനാ ഇഷ്ടം? ഇതുവരെ തീരുമാനമായിട്ടില്ല. എങ്ങനെയാ ഈ ഡാൻസ് പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായത്? കുഞ്ഞുനാളിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോസൊക്കെ അമ്മ കാണിച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ ആഗ്രഹമായിരുന്നു എന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്ന്. സോ അതുകൊണ്ട് യെസ്, എന്തായാലും വിജയപ്രതീക്ഷയിലാണ്. അതെ തീർച്ചയായും. യെസ്, ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല കലാകാരനാണ് കേട്ടോ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുണ്ട്. യെസ്, അങ്ങനെ ഓരോരോ വിശേഷങ്ങളാണ്. നമുക്കിനി ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഈ കൂട്ടുകാരനൊരു സമ്മാനം കൊടുക്കണം. മോനെ സുഗു പ്ലീസ്.
അങ്ങനെ നല്ല അസാധ്യ പെർഫോമൻസ് നടത്തിയാൽ ഒരു സമ്മാനം വേണ്ടേ? തീർച്ചയായും. സന്തോഷ് ബ്രഹ്മിയുടെ ഒരു ബഹാരമാണ്